നമ്മുടെ പിണറായി സർക്കാരിന് സിൽവർ ലൈൻ റെയിൽവേ പദ്ധതി അല്ലെങ്കിൽ കെ റെയിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സിന്റെ ഒരു വിപ്ലവ സൂക്തം, അത് ഇതുവരെ ആരും മറന്നിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അടിസ്ഥാന വർഗത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വേവലാതിയായിരുന്നു ആ വാക്കുകളിൽ. അതായത് കണ്ണൂരിൽ നിന്ന് അപ്പക്കച്ചവടത്തിൽ ഇറങ്ങുന്ന അമ്മച്ചിമാരെ കുറിച്ചായിരുന്നു ഗോവിന്ദൻ സഖാവിന്റെ പ്രസ്താവന. അദ്ദേഹം വന്ന് പറഞ്ഞത്, കണ്ണൂരിൽ നിന്ന് അപ്പക്കച്ചവടത്തിനായി കെ റെയിലിൽ കയറുന്ന അമ്മച്ചിമാർ, അവർക്ക് അതിരാവിലെ കണ്ണൂരിൽ നിന്ന് കയറി അന്ന് തന്നെ തിരുവനന്തപുരം വരെ തീവണ്ടിയിൽ അപ്പം വിറ്റിട്ട് കൂരാപ്പിന് മുമ്പ് കണ്ണൂരിലെ വീട്ടിലെത്താൻ കഴിയും. അതുപോലൊരു സ്വപ്ന പദ്ധതിയാണ് കെ റെയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോവിന്ദൻ മാർക്സ് ഒരു സാധാരണ മാർക്സിയൻ പ്രത്യയശാസ്ത്ര വിശാരദൻ എന്നതിനപ്പുറത്ത് അടിസ്ഥാന വർഗത്തോടും തൊഴിലാളികളോടും ഇത്രയ്ക്ക് പ്രതിപത്തിയുള്ള ഒരാളാണ് എന്ന് ബോധ്യമാക്കിയ ഒരു സന്ദർഭമായിരുന്നു അത്. പക്ഷെ ആ സ്വപ്നം അങ്ങ് പോയി, നടന്നില്ല. കേരളത്തിന് വേണ്ടി കേരളമാകെ കുറെ മഞ്ഞ കുറ്റികൾ കുഴിച്ചിട്ടിരുന്നു. അതൊക്കെ കേരളയിൽ വേണ്ടാത്ത നാട്ടുകാര്, സിൽവർ റെയിലിനോട് താല്പര്യമില്ലാത്ത പൊതുജനം അതൊക്കെ പിഴുത് കാട്ടിലും കായലിലും ആറ്റിലും കുപ്പയിലെറിഞ്ഞു. അത് മാത്രമല്ല, കേന്ദ്ര റെയിൽവേ, അത് അവരുടെ ജോലിയാണ്. ഈ റെയിൽവേ ലൈനൊക്കെ ഉണ്ടാക്കുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ ജോലിയാണ്. അവര് ഈ കെ റെയിലിന്റെ 7 അയൽപക്കത്തേക്ക് തിരിഞ്ഞു നോക്കി പോലുമില്ല. പല നിവേദനങ്ങളൊക്കെ അയച്ചു. പിണറായി വിജയനൊക്കെ പോയി റെയിൽവേ മന്ത്രിയെ കണ്ടു. അവരാരും ശ്രദ്ധിച്ചത് പോലുമില്ല. ഇത് വേറൊരു സ്വപ്നമാണ്, ഒരു ഉട്ടോപ്യൻ സ്വപ്നമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ കാലാന്തരേണ ആ സംഭവം കെ റെയിൽ അല്ലെങ്കിൽ സിൽവർ ലൈന് അങ്ങ് മരിച്ചുപോയി. പക്ഷെ അതുകൊണ്ടൊന്നും കണ്ണൂരിലെ അപ്പക്കച്ചവടക്കാരായ അമ്മച്ചിമാര് അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കെ റെയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ ഇല്ലെങ്കിൽ എന്താ, ഇപ്പോ വേറെ വണ്ടി വരികയല്ലോ. അതായത് കണ്ണൂരിൽ നിന്ന് രാവിലെ കയറുന്നു, എറണാകുളത്ത് എത്തുമ്പോഴേക്ക് കുട്ടയിലുള്ള അപ്പമൊക്കെ, അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് RRTS ട്രെയിൻ വരുന്നു, റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. അവരുടെ വണ്ടി ഇങ്ങോട്ട് വരിക. അപ്പൊ അമ്മച്ചിമാര് എറണാകുളത്ത് ഇറങ്ങിയാൽ മതി. എറണാകുളത്ത് നിന്ന് നേരെ ഉച്ചയാകുമ്പോഴത്തേക്ക് തിരിച്ച് കണ്ണൂരിൽ എത്താൻ സാധിക്കും. കാര്യം വേണ്ട പോലെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതായത് കേരളത്തിലെ 2 അതിവേഗ റെയിൽപാതകൾ വരിക. ഒന്ന് കേന്ദ്രത്തിന്റെ വക, ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ പിണറായിയുടെ സംഭാവന. ഇന്നലെ രാത്രിയിലാണ് ഇത് സംഭവിച്ചത്. നിയമസഭയിൽ നന്ദി പ്രമേയമൊക്കെ പാസാക്കിയതിനു ശേഷം മന്ത്രിസഭ കൂടിയായിരുന്നു ഒരു 6:30-7 മണി നേരത്ത്. ആ മന്ത്രിസഭയിലാണ് കേരളത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ചരിത്ര പ്രധാനമായ ഈ തീരുമാനം ഉണ്ടായത്. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ RRTS ട്രെയിൻ വരുന്നു, റെയിൽപാത വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, അതനുസരിച്ചുള്ള പുതിയ റെയിൽപാത വരിക. ഇതിന് തൊട്ടു മുമ്പാണ് നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ, അദ്ദേഹം ഇപ്പൊ BJP ആയിട്ട് മത്സരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആരാധകരും വിചാരിച്ചിരിക്കുന്നത് തീവണ്ടി അല്ലെങ്കിൽ റെയിൽപാത എന്ന് പറഞ്ഞാൽ ശ്രീധരൻ എന്നാണ്. അദ്ദേഹത്തിനെ അതേപ്പറ്റി അറിയാവും, ഇത്തരത്തിലുള്ള അതിവേഗ തീവണ്ടിപ്പാതയൊക്കെ നിർമ്മിക്കുന്നതിനെ കുറിച്ച്. നമ്മുടെ കൊങ്കൺ റെയിൽവേ ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയതാ. ഈ രംഗത്തൊരു മല്ലന. അദ്ദേഹം നമ്മുടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് ഒരു പുതിയ തീവണ്ടിപ്പാതയെ കുറിച്ചുള്ള ഒരു പ്രൊജക്ട് സമർപ്പിച്ചായിരുന്നു. അതിന് മന്ത്രി അപ്പൊ തന്നെ പച്ചക്കൊടി വീശി. ഒട്ടും കാത്തിരിക്കേണ്ടി വന്നില്ല. നമ്മുടെ കെ റെയിലിന് അല്ലെങ്കിൽ സിൽവർ ലൈനിന് ഒരു തരത്തിലുള്ള പരിഗണനയും നൽകാതിരുന്ന BJP സർക്കാരും മന്ത്രിയും ഒക്കെയാ. ശ്രീധരൻ സാർ ഒരു പദ്ധതിയുമായി എത്തിയപ്പോഴേക്കും അതിന് അനുമതി നൽകി. അതിന്റെ വിശദമായ ഒരു പദ്ധതി രേഖ DPR തയ്യാറാക്കാൻ ശ്രീധരനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതങ്ങനെ ആ പദ്ധതി രേഖ തയ്യാറാക്കലിന്റെ തുടക്കത്തിൽ എത്തി നിൽക്കുകയായിരുന്നു. ഫെബ്രുവരി 2-ന് അതിനാവശ്യമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ തുടങ്ങും എന്നാണ് പറഞ്ഞിരുന്നത്. ഇടയ്ക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് കാസർഗോഡ് വരെ ഇല്ല കേട്ടോ. ശ്രീധരന്റെ റെയിൽപാത തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ്. അതിന് ഈ പദ്ധതി രേഖ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഈ റെയിലിന് വേഗപ്പാതയ്ക്ക് ഒരു പുതിയ ആഫീസ് തുടങ്ങുകയും ചെയ്തു പൊന്നാനിയിൽ. അതാ മനസ്സിലാകാത്തത്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള റെയിൽപാതയുടെ പണിയുടെ കാര്യത്തിൽ എന്തിനാണ് പൊന്നാനിയിൽ ആഫീസ് തുടങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതിന്റെ പ്രവർത്തനം അങ്ങോട്ട് തുടങ്ങാനിരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി അതിനെ വെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനപ്പുറത്ത് അതിന് സമാന്തരമായിട്ട്, റെയിൽവേ അങ്ങനെയാണല്ലോ സമാന്തരമായിട്ടാണല്ലോ പോകുന്നത്, അതിന് സമാന്തരമായിട്ട് ഒരു പുതിയ RRTS റെയിൽപാത ആരംഭിക്കുന്നതിന് പിണറായി സർക്കാർ തീരുമാനിച്ചു. അതാ പറഞ്ഞത്, ഒരേ സമയം 2 പുതിയ അതിവേഗ പാതകൾ കേരളത്തിന് വരുന്നു. കേരളീയരെ സംബന്ധിച്ച് ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലെ എന്നൊരവസ്ഥയിലാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ധാരാളം യാത്ര ചെയ്യുന്നവരാ. കൊച്ചു സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാനത്തിന് നീളം എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ അങ്ങ് കിടക്കുകയില്ലയോ. കാസർഗോഡുകാർക്ക് ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വരണം. അങ്ങനെ ധാരാളം യാത്രക്കാരുടെ ഒരു സ്ഥലമാണ്. അവർക്ക് 2 അതിവേഗ പാതകള്
വന്നിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ ചില കുശുംബന്മാര് സർക്കാരിനോട് ഇങ്ങനെ പേർത്തും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ 10 കൊല്ലം ഭരിച്ചല്ലോ, പിണറായി 10 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നല്ലോ, എന്നിട്ട് കേരളത്തിൽ അഭിമാനിക്കാവുന്ന ഏതെങ്കിലും ഒരു മെഗാ പദ്ധതി നിങ്ങൾ കൊണ്ടുവന്നോ എന്നുള്ളത് ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാ, പല കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്തെങ്കിലും ഇതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. കുറഞ്ഞ പക്ഷം തിരുവനന്തപുരത്ത് നിന്ന് ബേക്കൽ വരെയുള്ള ജലപാത പോലും അതിന് വലിയ പണിയൊന്നും ഉള്ളതല്ല. അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ അത് നടത്തിയെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലും വന്നിട്ടില്ല. അത് വന്നെങ്കിൽ ഒരു നല്ല പദ്ധതിയാകുമായിരുന്നു. അപ്പൊ പിന്നെ എന്തുവാ, നമ്മുടെ പേരിലൊരു മെഗാ പദ്ധതി വേണമല്ലോ. വിഴിഞ്ഞം എന്ന് പറയാൻ പറ്റത്തില്ല. വി എന്ന് പറയുമ്പോഴേക്കും കേരളത്തിലെ ജനങ്ങള് പുച്ഛിക്കും. അതായത് വിഴിഞ്ഞം പദ്ധതി പിണറായി വിജയന്റെ ഒരു മെഗാ പദ്ധതിയാണെന്ന് പറഞ്ഞാല്, കാരണം അത് ഉമ്മൻചാണ്ടിയുടെയാണ്. അദ്ദേഹത്തിന്റെ സർക്കാർ കൊണ്ടുവന്ന് ആരംഭിച്ചതാ. ധാരാളം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോന്ന് മറികടന്ന് പ്രതിബന്ധങ്ങള് തട്ടിമാറ്റി അന്ന് ആരംഭിച്ചതാ. അന്ന് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷം എന്ത് ചെയ്യായിരുന്നു, ഈ അദാനിക്ക് തിരുവനന്തപുരം എയർപോർട്ട് കൊടുക്കുന്നതിനെതിരായിട്ട് ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ അദാനി തന്നെയാണ് ഇത് നിർമ്മിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണി തുടങ്ങി, പിന്നീട് അദാനി അതിന്റെ പണിയുമായിട്ട് മുന്നോട്ട് പോയി. നമ്മുടെ പിണറായി വിജയനും തുറമുഖത്തിന് ചുമതലയുള്ള വാസവൻ സഹാവും ഒക്കെ ആ പണി കണ്ടുകൊണ്ട് നിന്നു എന്നതിനപ്പുറത്ത് അവർക്ക് ഇതിനകത്ത് ഒരു റോളുമില്ല. അപ്പൊ വിഴിഞ്ഞത്തിന് മേൽ അവകാശവാദത്തിന് ചെന്നാല് ഗുണത്തേക്കാൾ വളരെ ദോഷമേ കിട്ടത്തുള്ളൂ. അപ്പൊ ഒരു പദ്ധതി വേണമല്ലോ. അപ്പോഴാണ് ഇന്നലെ രാത്രി മന്ത്രിമാര് ആലോചിച്ചപ്പോഴ് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയത്. RRTS അതിവേഗ പാത ഉടനെ തന്നെ അനൗൺസ് ചെയ്തു. നമ്മുടെ ശ്രീധരൻ സാറിന്റെ റെയിൽപാതയ്ക്ക് 200 കിലോമീറ്ററാണ് വേഗത. പക്ഷെ പിണറായി വിജയൻ അത്രയും പോയിട്ടില്ല. അതൊന്നും നടക്കുകയെന്ന് പിണറായി വിജയനെ തന്നെ അറിയാം. അതുകൊണ്ട് 160 മുതൽ 180 കിലോമീറ്റർ വരെ വേഗതയുള്ള ഒരു റെയിൽപാതയാണ് ഈ RRTSന്റെ ഭാഗമായിട്ട് വിഭാവനം ചെയ്യുന്നത്. 583 കിലോമീറ്റർ ആയിരിക്കും ഈ പാതയുടെ നീളം. ശ്രീധരൻ സാറ് കണ്ണൂർ വരെയേ ഉള്ളൂ. നമ്മുടെ കാസർഗോഡ് വരെ പോകും. എന്താ കാസർഗോഡ് ഈ കേരളത്തിന്റെ ഭാഗമല്ലെന്നുണ്ടോ? അവരെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? അപ്പൊ കാസർഗോഡ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷെ ഇതിന് എത്ര കോടി രൂപ ചെലവാകുമെന്നൊന്നും ഇത് സംബന്ധിച്ച വാർത്തകൾ പരതിയിട്ടും കണ്ടില്ല. എന്തെങ്കിലും കണക്കുണ്ടാക്കിയിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. കണക്കുണ്ടാക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഇത് അല്ലറിയുടെ കൊച്ചു പരിപാടിയൊന്നും അല്ലല്ലോ. അതിവേഗ പാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പണിയണ്ടേ? അതും തൂണുകളിന്മേലാണ് അത് നിർമ്മിക്കുന്നതെന്നാണ് പറയുന്നത്. അത്യാവശ്യം സന്ദർഭങ്ങളിൽ മാത്രമേ ഈ പിണറായി പാത താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. അപ്പോ അതിന്റെ ചെലവൊക്കെ ഒന്ന് കണക്ക് കൂട്ടാനും നിശ്ചയിക്കാനും കുറെ സമയം വേണം. പെട്ടെന്നുണ്ടാക്കിയ ഒരു തീരുമാനമാണല്ലോ. അപ്പൊ അതിനകത്ത് ഇതിന്റെ ചെലവ് എത്ര വരുമെന്ന് കണക്കാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിന് നമ്മുടെ ഈ സർക്കാരിനെ പഴിക്കുന്നത് ശരിയല്ലെന്നാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ ഇത് ഉടനെയൊന്നും തുടങ്ങത്തില്ല കേട്ടോ. നമുക്കറിയാമല്ലോ ഇതുപോലൊരു പദ്ധതി ഈ ഗവൺമെന്റിന് മുമ്പിൽ ഇനി വെറും 3 മാസങ്ങൾ മാത്രമാണുള്ളത്. അതിന്റെ ഒരു വിശദമായ പദ്ധതി തയ്യാറാക്കാനുള്ള സമയം പോലും ഈ സർക്കാരിനില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷെ അങ്ങനെ സംശയം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. അതിന്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. 2027 ഇതിന്റെ പണി തുടങ്ങുന്നത്. 12 വർഷമെടുക്കും ഇത് പൂർത്തിയാകാൻ. അപ്പോഴേക്കും LDFന്റെ ഗവൺമെന്റിനോട് ഉണ്ടാകുമോ എന്നൊക്കെ ഈ ദോഷൈക ദൃക്കുകളായ ചില ആളുകൾക്ക് തോന്നിയേക്കാം. അതിനൊന്നും കാര്യമില്ല. ഞങ്ങളെ അടുത്തൊരു 3 തവണ കൂടി ജയിപ്പിച്ചു തന്നാൽ മതി. അപ്പൊ ഞങ്ങളുടെ അടുത്ത 3ാമത്തെ സർക്കാരിന്റെ കാലത്ത് ഇതിന്റെ പണി തീർത്തോളാം പോരെ. സത്യം പറഞ്ഞാല് കേന്ദ്രത്തിന്റെ ശ്രീധരൻ പദ്ധതി, സംസ്ഥാനത്തിന്റെ പിണറായി പദ്ധതി, 2 പാതകള്, ഇതിന്റെ പിന്നിലുള്ള സത്യം എന്താണ്? അധികാരവും ഭരിക്കാൻ കിട്ടിയ സൗകര്യവും സ്വാതന്ത്ര്യവും ഉപയോഗിച്ച് കേരളത്തിലെ നാട്ടുകാരെ പറ്റിക്കാനുള്ള നിർലജ്ജം അവതരിപ്പിച്ച 2 പദ്ധതികളാണ് ഈ 2 അതിവേഗ പാതകൾ. ഒന്ന് കേന്ദ്രത്തിന്റെ, ഒന്ന് കേരളത്തിന്റെ. സത്യം പറഞ്ഞാല് ഈ പദ്ധതി, ഇപ്പൊ ശ്രീധരന്റെ പദ്ധതി കേരള ഗവൺമെന്റ് അവരുടേതായിട്ട് റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിച്ചതാ. സർക്കാരിൻ്റെതായിട്ട് തയ്യാറാക്കിയത് ശ്രീധരൻ തന്നെയാ. പക്ഷേ അതിനൊരു മറുപടി അയക്കാൻ പോലും അന്ന് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി തയ്യാറായില്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ ജനങ്ങളോട് എന്തെങ്കിലും പറയണ്ടേ? BJPയുടെ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? എല്ലാവർക്കും കിട്ടിയതുപോലെ 2 വന്ദേ ഭാരത് തീവണ്ടികൾ ഇങ്ങോട്ട് അയച്ചതല്ലാതെ. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. നടത്തിയില്ല, ചെയ്തില്ല. അപ്പൊ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറയണമല്ലോ. അതിനുവേണ്ടി ശ്രീധരൻ സാർ ഈ പദ്ധതിയുമായി അശ്വിനി വൈഷ്ണവിനെ കണ്ട ഉടനെ തന്നെ സാറ് തുടങ്ങിക്കോ, DPR അങ്ങ് തയ്യാറായിക്കോ, നമുക്കിതങ്ങ് നടപ്പാക്കിയേക്കാം എന്നാ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന്റെയൊക്കെ പിന്നില് ലജ്ജയില്ലാത്ത രാഷ്ട്രീയ കളികൾ. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു, അപ്പോഴേക്കും പിണറായി വിജയൻ എന്താ ചെയ്തത്? അത് തന്നെയല്ലേ. കുറെ കാലമായിട്ട് സിൽവർ ലൈൻ, കേരയിൽ എന്നും പറഞ്ഞ് നടക്കുകയായിരുന്നു. കേരയിൽ വരും കേട്ടോ എന്നാണ് അടുത്ത ദിവസവും നമ്മുടെ മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് മനസ്സിലായി കേരളയിലൊന്നും നടക്കാൻ പോകുന്നില്ല. സിൽവർ ലൈൻ പോയി. അപ്പോ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം,
അതാണ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഒരു നല്ല പദ്ധതിയെ പറ്റി ആലോചിച്ചു, പല പല കാരണങ്ങളാണ്, പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ താല്പര്യമില്ലായ്മ കൊണ്ട് അത് നടക്കുന്നില്ല. അപ്പൊ പിന്നെ ഉടനെ ഒരു നിമിഷം പാഴാക്കാതെ അടുത്തൊരു പദ്ധതി, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ RRTS പാത. ഗവൺമെന്റ് പറയുന്നത് ഈ RRTS പദ്ധതി അത് നഗരകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ്. പണ്ട് റെയിൽവേ ആണ് നമുക്ക് കേരളത്തിന് അനുവാദം തരാതിരുന്നത്, ഇത് നഗരകാര്യ മന്ത്രാലയമായതുകൊണ്ട് കിട്ടും. ഈ ഗവൺമെന്റ് എന്തോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? BJP സർക്കാരിന്റെ 2 വകുപ്പുകൾ റെയിൽവേ സമ്മതിക്കാത്ത, അനുമതി തരാത്ത ഒരു കാര്യത്തിന് നഗരകാര്യ മന്ത്രാലയം പെർമിഷൻ തരുമോ? ഇതാരെ പറഞ്ഞ് പറ്റിക്കാനാണ്? ഈ തെരഞ്ഞെടുപ്പിന് വെറും 3 മാസം മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലെ ജനങ്ങൾ ഇത് കേട്ട് ആവേശഭരിതരാകുമെന്നോ രോമാഞ്ചം കൊള്ളുമെന്നോ ഒക്കെ ആരാണ് നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്? ഇതൊക്കെ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്നല്ലാതെ ഇതിന്റെയൊക്കെ പ്രയോജനം എന്താണ്? പഴയ പോലൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ. ഇതുപോലുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നടത്തിയാൽ അവർ വിശ്വസിക്കത്തില്ല. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് നേരത്തെ മനസ്സിലായ കാര്യമാണ്. ശബരിമല കാര്യത്തിൽ തന്നെ നിങ്ങൾ എന്തൊക്കെ നിലപാടുകളാണ് എടുത്തത്? ആദ്യം യുവതികളെ അവിടെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചു, പിന്നീട് അയ്യപ്പ സംഗമം നടത്തുന്നു, വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുക നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ? ഇപ്പോ ഈ 3 മാസം മാത്രം തെരഞ്ഞെടുപ്പിനെ അവശേഷിക്കെ 10 വർഷത്തെ ഭരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ, മണിക്കൂറുകൾ എന്ന് പോലും പറയാല, അവസാന മിനിറ്റുകളിൽ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ RRTSന്റെ റെയിൽപാത കൊണ്ടുവരുന്നു, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കും? ശ്രീധരൻ സാർ പറഞ്ഞതുകൊണ്ട് ഈ വേഗപാതയുടെ കാര്യത്തിൽ ജനങ്ങള് കേന്ദ്ര സർക്കാരിനെ വിശ്വസിക്കുന്നുള്ള പേടിയാണ് പിണറായി ഗവൺമെന്റിനുള്ളത്. അതിനെയൊന്നും മറികടക്കാൻ വേണ്ടിയാണ് ഇപ്പോഴ് ഈ കാസർഗോഡ് തിരുവനന്തപുരം പാതയുമായിട്ട് വരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും അവരോടുള്ള ഒരു അപേക്ഷ, ഞങ്ങൾ കേരളീയരെ അങ്ങനെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞങ്ങൾ ബുദ്ധിയും ബോധവും വിവരവും ഉള്ളവരാ. ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മോദി സർക്കാർ എന്ത് ചെയ്തു കേരളത്തിന് വേണ്ടി, അല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലം പിണറായി സർക്കാർ എന്തു ചെയ്തു, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഇതുപോലെ അവസാന നിമിഷത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയാൽ, അവസാന ബജറ്റിൽ പൊള്ളയായ കുറെ വാഗ്ദാനങ്ങൾ നൽകിയാൽ ഇതൊക്കെ വിശ്വസിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നൊക്കെയും കരുതിയാല് പിന്നെ അതിന് മറുപടി പറയാൻ ഇല്ല. കേരള ജനതയെ അങ്ങനെ അങ്ങോട്ട് വില കുറച്ച് കാണരുത്. കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന ഗവൺമെന്റിനോ ഇക്കാര്യത്തിലൊന്നും ഒരു ലജ്ജയുമില്ല. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങളെ ലജ്ജിക്കുക. തെരഞ്ഞെടുത്ത് വിട്ട സർക്കാരുകൾ കാണിക്കുന്ന വിവരക്കേട് ഓർത്ത്, അവര് ജനങ്ങളെ പറ്റിക്കാമെന്ന് വിശ്വസിക്കുന്നത് ഓർത്തു.